ആരും സുരക്ഷിതരല്ലല്ലോ, ജനങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഞാനൊരു എതിരാളിയെ നിസ്സാരരായി കാണുന്ന ആളല്ല. എത്രമാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് ലീഡറായിട്ട് മത്സരിച്ചിട്ടുള്ള ആളാണ്. അന്ന് ഞാൻ ആ എതിരാളിയെ ശക്തനായിട്ടേ കാണുള്ളൂ. ഇപ്പോഴും എതിരാളിയെ ശക്തൻ. ഒരു എതിരാളി നിസ്സാരക്കാരല്ല. എനിക്കെതിരെ എത്ര പ്രഗത്ഭരായ ആളുകൾ മത്സരിച്ചു, അവരൊക്കെ നിസ്സാരക്കാരാണോ? എനിക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയും നിസ്സാരക്കാരല്ല. അവർക്കെല്ലാം അവരുടേതായ സ്വാധീനവും അവരുടേതായ ബന്ധവും. 10 വർഷം MLA ആയിരുന്ന ഒരാളാണ് എനിക്കെതിരെ മത്സരിക്കുന്നത്. അദ്ദേഹം എങ്ങനെ നിസ്സാരക്കാരനാവുന്നത്? സാധാരണ മത്സരിക്കുമ്പോൾ സിറ്റിംഗ് എം എൽ എ ആയ വി ഡി സതീശനാണ്. ഇത്തവണ പ്രതിപക്ഷ നേതാവാണ്, ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയേക്കുമെന്നുള്ള പ്രതീക്ഷയുള്ള ആളാണ്. ഞാനൊന്നും അല്ലെങ്കിലും എത്ര വലിയ ആളല്ലെങ്കിലും ഇവർക്ക് ഞാൻ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് എന്നെ കാണുന്നത്. കുടുംബത്തിലെ ഒരാൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അത് സന്തോഷിക്കില്ല വീട്ടിലെല്ലാവരും. നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയാൽ പോലും വീട്ടിലെല്ലാവർക്കും എന്ത് സന്തോഷമായിരിക്കും. അതുപോലെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉയർച്ചകളിലും എൻ്റെ വീട്ടുകാരേക്കാൾ സന്തോഷിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവർ. അപ്പൊ എനിക്കെതിരായിട്ട് പ്രചരണം നടത്തുന്നവർ പോലും മനസ്സുകൊണ്ട് എനിക്കുണ്ടാകുന്ന ഉയർച്ചയെ സന്തോഷിക്കുന്നവരാണ്. കാരണം അവർ തന്നെ എന്നോട് പറയാറുണ്ട്, അവർ കഷ്ടപ്പെടുള്ള അവരുടെ കുടുംബത്തിലെ പലരും എനിക്ക് വോട്ട് ചെയ്യാറുള്ളത്. അത് വരട്ടെ, അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലും. അല്ല, അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൊപ്പോഷൻ UDF ഉണ്ടാവുമല്ലോ, കോൺഗ്രസിന് ഉണ്ടാവുമല്ലോ. എപ്പോഴെങ്കിലും കുറഞ്ഞിരുന്നോ? എനിക്കൊരു സമയത്തും കുറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ഇങ്ങനെ സർവേ ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ ഇതിന് മുമ്പിലത്തെ സർവേ ഒക്കെ നോക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾ ഇതുപോലെ കുറെ പേര് സർവേ ഇറക്കി. അന്ന് പറഞ്ഞത് ഷാഫി പറമ്പിൽ തോറ്റുപോകുന്ന. ഷാഫി പറമ്പിൽ 1.25 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. നിങ്ങൾ പറഞ്ഞത് സുധാകരേട്ടൻ തോറ്റുപോകുന്നതാണ്. സുധാകരേട്ടൻ 1 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. നിങ്ങൾ പറഞ്ഞത് VK ശ്രീകണ്ഠൻ 3-ാം സ്ഥാനത്ത് പോകുന്നവർ. VK ശ്രീകണ്ഠൻ 85,000 വോട്ടിന് ജയിച്ചു പാർലമെന്റിലിരിക്കുക. അപ്പോൾ കുറച്ചുപേരൊക്കെ ഏജൻസിയൊക്കെ വെച്ചാണ് സർവേ നടത്തിയത്. കുറച്ചുപേര് തന്നെ മുറിക്കാതിരുന്ന് ഉറപ്പായിട്ട് പാലിക്കും. അദ്ദേഹത്തിന് അറിയാം ഞാൻ വാക്ക് പാലിക്കുന്ന ആളാണ്. ഏറ്റവും നന്നായിട്ട് എന്റെ കൂടെ പ്രവർത്തിച്ച ആൾക്കല്ലേ അറിയുള്ളൂ. അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ UDF ജയിക്കട്ടെ എന്നാ. പിന്നെ നിങ്ങൾ അദ്ദേഹത്തിനെ പോലത്തെ ഒരാളുടെ അടുത്ത് ചെന്നു ഞാൻ മാധ്യമപ്രവർത്തകരോട് പറയാം, ഇങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കുത്തി ചോദിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഞാൻ പറയുന്നില്ല, എൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല. അത് ശരിയാണോ എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. അദ്ദേഹം ഒന്നും പറയില്ല, അദ്ദേഹം എനിക്കതിൽ ഒരു അക്ഷരവും പറയത്തില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനൊരു ടെൻഷൻ ഉണ്ട്. എന്നോട് ചോദിച്ചു നേരിട്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കയറി പറയണമെന്ന് ചോദിച്ചു. നിന്റെ ഒരു സ്വഭാവം എന്നോട് ചൂടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും എന്നോട് ചൂടായി ഞാനിങ്ങനെ പറഞ്ഞതിന്. ഞാൻ UDF ജയിച്ചില്ലെങ്കിൽ എന്നോട് ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും UDF ജയിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ്.